ഇനി കുട മഴയിൽ നനയാതിരിക്കാൻ മാത്രമല്ല കേട്ടോ, ഈ മഴക്കാലത്ത് എത്ര നനഞ്ഞ തുണി ഉണ്ടെങ്കിലും ഒരു ദുർഗന്ധവും വരാതെ ഈസി ആയിട്ട് ഉണക്കിയെടുക്കാനായിട്ട് ഈ കുട മാത്രം മതി. ഞാൻ പറയുന്ന ഈ ഒരു ട്രിക്ക് ഇതുവരെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ശരിക്കും നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ പെരുമഴക്കാലത്ത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സൂപ്പർ ടിപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എല്ലാവർക്കും വിനയാസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിലേക്ക് കടക്കാം. ഞാനിന്ന് 3 ടിപ്സുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പം കുറച്ചധികം മീൻ കിട്ടിയതാണ്. അപ്പോൾ ഇത് ഒന്ന് ഉണക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ പിന്നെ ഇതെന്താ ചെയ്യുന്നത്, ഇത് മുഴുവനും നമ്മൾ എന്തായാലും കഴിച്ച് തീർക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഉണക്കിയെടുക്കാമെന്ന്. പക്ഷേ മഴ ആയതുകൊണ്ട് ഉണങ്ങാൻ പറ്റത്തില്ല എങ്കിലും നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെറിയൊരു ട്രിക്ക് ചെയ്താൽ ഉണക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ആ മീൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് മുഴുവനും ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒരു 3-4 തവണ ഒന്ന് കഴുകി ഇതിൻ്റെ ആ വെള്ളം ഒന്ന് വാലാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എടുക്കുമ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ എടുക്കുക. ഇതിങ്ങനെ തലേക്കല്ല് പോലത്തെ ഒരു മീനാണ് കേട്ടോ. അപ്പം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു ക്ലിപ്പ് ഇതിനകത്ത് മിസ്സായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഒരു കുറച്ച് വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക. പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മീൻ ലെയറായിട്ട് നമുക്ക് അടുക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഉപ്പ് കല്ലാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഉപ്പ് കല്ല് ഇട്ട് കൊടുത്തിട്ട് പല ലെയറുകളായിട്ട് നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ ഇതുപോലൊന്ന് എടുക്കുക. ഫോണിൽ മെമ്മറി പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത വഴിക്ക് ആദ്യത്തെ ക്ലിപ്പുകളെല്ലാം നഷ്ടമായി പോയി. എന്നാലും ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരാം. ഞാനിപ്പോൾ ആ മീനെല്ലാം ഇങ്ങനെ പല ലെയറുകളായിട്ട് അടുക്കി വെച്ചിട്ട് ഉപ്പ് കല്ലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിന് ഒരു പിശുക്കും വരുത്താനായിട്ട് പാടില്ല. ഇങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് നേരെ നമ്മുടെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം. ഫ്രീസറിലൊന്നും വെക്കരുത്, താഴത്തെ തട്ടിൽ എവിടെയെങ്കിലും വെക്കുക. എന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതുപോലെ എടുത്തിട്ട് നിങ്ങൾ നോക്കുമ്പം അതിൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വരുന്നുണ്ടാകും. ആ വെള്ളം നമുക്ക് ഇതുപോലെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങളിതെടുത്ത് ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ വയ്ക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഊറി വരുന്ന വെള്ളം വീണ്ടും അത് ഒഴിച്ച് കളയുക. അങ്ങനെ ഒരു 3 ദിവസം ചെയ്യുക. 3 ദിവസം ചെയ്തതിന് ശേഷം 4-മത്തെ ദിവസം ആകുമ്പോഴേക്കും ഇതുപോലെ ഒട്ടും വെള്ളമയം ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അതായത് ഈ മീനിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശം എല്ലാം ഊറി വന്ന് നമ്മളത് ഊറ്റിക്കളഞ്ഞല്ലോ. ഇപ്പം നോക്കിയാൽ മീനിന് നല്ലൊരു ഉറപ്പാണ്. വെയിലത്തിട്ട് ഉണങ്ങിയതുപോലെ തന്നെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെയിലുണ്ടെങ്കിൽ വെയിലത്തൊന്ന് വെച്ച് കുറച്ച് സമയം ഒന്ന് വെയിൽ കൊള്ളിച്ചെടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമില്ല. മഴയൊക്കെ മാറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ തന്നെ ഓൾറെഡി വെച്ചേക്കുക. അതിനുശേഷം മഴയൊക്കെ മാറിയതിന് ശേഷം നിങ്ങൾക്ക് വെയിലത്തിട്ട് ഒറ്റ വെയിൽ കൊള്ളിച്ച് എടുത്താൽ മതി കേട്ടോ. ഒരുപാട് ദിവസം ഒന്നും വെയിൽ കൊള്ളിക്കുകയോ കാത്തിരിക്കുകയോ പൂച്ചയും കാക്കയും ഒന്നും കൊണ്ടാകാതെ നോക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഒന്ന് വെയിൽ വരുമ്പം ആ വെയിൽ നോക്കി നിങ്ങളൊന്ന് ഇതുപോലൊന്ന് എടുത്ത് വെച്ച് വെയിൽ കൊള്ളിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മീനിനെക്കാട്ടിലും ഏറ്റവും നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. കാരണം ഇതിൽ നമ്മൾ ഒരു കെമിക്കലും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ഉണക്കമീനകത്തൊക്കെ എന്തെല്ലാം അവർ ചേർത്തിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ ഇടയിലൊക്കെ ഒരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, ഉണക്കമീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകളെ കുറിച്ചൊക്കെ വാർത്തയുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ വെയിൽ പോലും ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഉണക്കമീൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ ഒറ്റ ദിവസത്തെ വെയിൽ മാത്രമേ കൊള്ളിച്ചിട്ടുള്ളൂ. ഇടയ്ക്ക് മഴയൊന്നും മാറി വെയിൽ തെളിഞ്ഞപ്പോൾ ഞാനൊന്ന് എടുത്ത് വെച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കേ, എന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഉണക്കമീൻ ഉണ്ടാക്കിയത്. നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്, നല്ല കട്ടിയാണ് ഇതിന്. നോക്കിക്കേ. അപ്പം നിങ്ങൾ ഇതുപോലെ ഇനി കുറച്ച് മീനൊക്കെ കിട്ടിയാൽ ഇനിയിപ്പോൾ വെയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തന്നെ നമുക്ക് 2-3 ദിവസം ഇതുപോലൊന്ന് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കമീൻ ഉണ്ടാക്കാം. ചിലർക്കൊക്കെ ഒരു കാര്യമുണ്ട്, ഉണക്കമീൻ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മാത്രമേ ശരിയാകത്തുള്ളൂ എന്നുള്ള ഒരു ചിന്തയൊക്കെ. പക്ഷേ ഇല്ലെന്നേ, നമുക്ക് വീട്ടിൽ ഇതുപോലെ ഈസി ആയിട്ട് അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള മീനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനായിട്ട്
മറക്കരുത്. ഇനി നിങ്ങൾ കാത്തിരുന്ന രണ്ടാമത്തെ ടിപ്പാണ്. ഇപ്പം മഴക്കാലമാണ്, തുണിയൊക്കെ അലക്കാനും ഉണങ്ങാനും ഒക്കെ ഏറെ ബുദ്ധിമുട്ടുന്നവരാണ് വീട്ടമ്മമാർ അല്ലേ. ഇനി അലക്കിയെടുത്ത തുണിയാണെങ്കിലൊന്ന് ഉണക്കിയെടുക്കുക, അതും ബാഡ് സ്മെല്ലില്ലാതെ ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത് വീട്ടമ്മമാരെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പം ബാഡ് സ്മെല്ലില്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് തുണി ഉണങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കോൺഫ്ലവർ ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും കോൺഫ്ലവർ വെച്ചിട്ട് എന്താ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്നല്ലേ, പറഞ്ഞു തരാവേ. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തു. എന്നിട്ട് അതിലോട്ടൊരു 3 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 2.5 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഉണങ്ങാത്ത തുണിയൊക്കെ ധരിച്ചുകൊണ്ട് നമ്മൾ ആൾക്കാരുടെ ഇടയ്ക്ക് പോയി ഇരിക്കുമ്പോഴറിയാം ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നല്ലേ. ഒരു വല്ലാത്ത സ്മെല്ലാണ് ശരിക്കും ഡ്രസ്സ് ഉണങ്ങിയില്ലെങ്കിൽ. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് കുറുക്കണ്ട. ഈ ഒരു പരുവമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടോടുകൂടി 3 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത്രയും ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ഫാബ്രിക് സോഫ്റ്റ്നറാണ് കേട്ടോ ഗ്ലിസറിന്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പുൽത്തൈലമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതുപോലെ ഒരു 3-4 ഡ്രോപ്പ് പുൽത്തൈലം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ പുൽത്തൈലം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇനി നമ്മളിത് 2 പാത്രത്തിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉജാല ഒഴിച്ചു കൊടുക്കണം. കുറച്ചെന്ന് പറഞ്ഞാൽ 1-2 ഡ്രോപ്പ് മതി. ഞാനിപ്പോൾ ഇത്ര ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. ഇതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്, ഇതിങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാൻ മറ്റേ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒരു ഫുഡ് കളറാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു കളറാണിത്, ഒരു പിങ്ക് പോലെ വരും. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. കംഫർട്ടിനൊക്കെ ഒരു കളറല്ലേ, അതുകൊണ്ട് മാത്രം. ഇനി ഇത് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് ബോട്ടിലിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പുറത്ത് വെച്ചാൽ ഒരാഴ്ച കൂടുതലൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മഴക്കാലത്ത് തുണികളൊക്കെ അലക്കിയതിന് ശേഷം ആ ബാഡ് സ്മെല്ല് ഒഴിവാക്കാനായിട്ട് ലാസ്റ്റ് ഇത് കംഫർട്ട് മുക്കുന്നത് പോലെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പുൽത്തൈലത്തിൻ്റെ ഒരു നല്ല സ്മെല്ലായിരിക്കും ഉണങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ ഡ്രസ്സിനൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈ മഴക്കാലത്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം മഴക്കാലത്താണെങ്കിൽ തുണികൾ അലക്കി ഉണങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരെ സംബന്ധിച്ച് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം ബാഡ് സ്മെല്ലും കൂടെ അക്കൂട്ടത്തിലുണ്ടെങ്കിലോ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഈ കളറൊക്കെ മുക്കി എന്ന് പറഞ്ഞാലും കളറൊക്കെ ഇട്ടു എന്ന് പറഞ്ഞാലും അങ്ങനൊന്നും കളറൊന്നും ആവത്തില്ല. നമുക്ക് വെള്ള വസ്ത്രങ്ങളും ഒക്കെ ഇതിലേക്ക് തന്നെ മുക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ അലക്കിയ തുണി എങ്ങനെ ഉണക്കിയെടുക്കും എന്നുള്ളത്. വെയിലില്ല, സൂര്യപ്രകാശമില്ല. അപ്പം അങ്ങനെ തുണികളെല്ലാം കൂട്ടിയിടുന്നത് കൊണ്ടാണ് ആ ഒരു സ്മെല്ലും കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കുട വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ വസ്ത്രങ്ങൾ ഉണക്കിയെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കുട എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട എടുക്കുമ്പം നല്ല കുടയൊന്നും എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ പഴയ കുടകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിലും എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇച്ചിരി കമ്പിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതൊക്കെ ആണെങ്കിലും ഒരു നൂൽക്കമ്പിയൊക്കെ വെച്ചിട്ടൊന്ന് കെട്ടി നിങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. സ്ഥിരമായിട്ട് നമുക്ക് മഴക്കാലത്ത് തുണി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം കുട എടുത്തിട്ട് ഇതുപോലെ നമ്മൾ നൂർത്ത് അതിനുശേഷം ഇതുപോലൊരു എന്തെങ്കിലും ഒരു ചരടോ എന്തെങ്കിലും എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ ഒരു വള്ളിയാണ് എടുത്തേക്കുന്നത്. ആ കുടയുടെ ഈ ഒരു ഭാഗത്ത് കുടയുടെ ഒരു നീളമുള്ളൊരു വള്ളി ഉണ്ടല്ലോ, അതിൽ ഞാനിങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി പഴയ കുടയാണ്, ഇതൊക്കെ പോയതാണെങ്കിലും ഇതിൻ്റെ ഈ ഒരു പിടിയുടെ ഇവിടെ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കെട്ടിക്കൊടുത്താൽ മതി ഇതുപോലെ. അതിനുശേഷം നിങ്ങളുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ എവിടെയാണെന്ന് വെച്ചാലോ ഹുക്കുള്ളിടത്ത് മുകളിൽ എന്തെങ്കിലും കൊളുത്താനായിട്ട് ഹുക്കുള്ള ഭാഗത്ത് മുകളിൽ ഇതുപോലെ കുട കെട്ടി തൂക്കിയിടുക. അപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്തിടുകയാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് തുണി നല്ലപോലെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുകളിൽ കൊളുത്തിയിട്ട ഈ കുടയിൽ ഇവിടെയായിട്ട് നിങ്ങളുടെ ഉണങ്ങാനുള്ള തുണികളൊക്കെ ഇട്ട് കൊടുക്കുക. ഒരുപാട് കട്ടിയുള്ള പാൻറ്റും ജീൻസും ഒന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ച്. ഇതുപോലത്തെ ചെറിയ ചെറിയ തുണികൾ, അത്യാവശ്യമുള്ള തുണികൾ, ഇന്നേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈസി ആയിട്ട്. അപ്പം ഇത് ഫാൻ ഉണ്ടെങ്കിൽ ഫാൻ ഇടുക. ഇനി ഫാൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ കറണ്ട് ഇല്ലെങ്കിൽ ഫാൻ ഇടാൻ പറ്റത്തില്ലല്ലോ. എന്നാലും നിങ്ങൾക്ക് ഇതുപോലെ വിരിച്ചിടുകയാണെങ്കിൽ തന്നെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ലതുപോലെ തുണി ഉണങ്ങി കിട്ടും. അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം തുണിയൊക്കെ ഉണങ്ങാനായിട്ട് എന്തോരം പാടാ. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.